സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കോളിഫ്ലവറും എഗ്ഗും എടുത്ത് ഒരു തോരൻ ഉണ്ടാക്കാം. ഇത് പാചകമുണ്ടാക്കാൻ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയോ കൂട്ടിക്കഴിക്കാൻ നല്ല സ്വാദാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. കോളിഫ്ലവർ ഓരോ പൂക്കളായി അടർത്തിയെടുത്ത് മഞ്ഞളും ഉപ്പുമിട്ട് ഇളം ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് നേരം ഇട്ട് വയ്ക്കണം. അതിനുശേഷം വാരി കഴുകിയെടുക്കാം. ഇതൊന്ന് ചെറുതായി മുറിച്ചെടുക്കാം. ഇനി ഇതുണ്ടാക്കാം. പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു നുള്ള് കടുകിട്ട് കൊടുക്കാം. ഇത് പച്ചക്കറി മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ എഗ്ഗ് ഇടേണ്ട ആവശ്യമില്ല. കോളിഫ്ലവർ ഇട്ട് വയ്ക്കുന്ന വെള്ളത്തിന് അധികം ചൂട് പാടില്ല, ഇളം ചൂട് മാത്രമേ പാടുള്ളൂ. അധികവും ഇതിൽ ചെറിയ പുഴുക്കൾ ഉണ്ടാവും. അത് വൃത്തിയാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. സവാളയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ചെറുതായി മുറിച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി ഒന്ന് മൂടി വയ്ക്കാം. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല തോരനാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഒന്ന് വെന്തു എന്ന് കണ്ടാൽ മാത്രമേ മുട്ട ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു മുട്ട, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. മുട്ട മുഴുവനും കോളിഫ്ലവറിൽ പിടിച്ചിരിക്കണം, വേറിട്ട് നിൽക്കരുത്. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇളക്കിയാൽ കാണുമ്പോൾ ഇതിൽ മുട്ടയുണ്ടെന്ന് മനസ്സിലാവില്ല, കഴിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. കാബേജ് കൊണ്ടും ഇങ്ങനെ തോരൻ ഉണ്ടാക്കാം. ഞാനത് മുന്നേയുള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു തോരൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.